മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചതിന്റെ നാലിലൊരു അംശം പോലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ സഹിച്ചിട്ടില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം സഹിച്ചതുപോലെ, ഖദീജ ബീവി സഹിച്ചതുപോലെ, ആയിഷ ബീവി സഹിച്ചതുപോലെ, അബൂബക്കർ തങ്ങൾ സഹിച്ചതുപോലെ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സഹിച്ചതുപോലെ, അലിയാരി തങ്ങൾ സഹിച്ചതുപോലെ, ഫാത്തിമ ബീവി സഹിച്ചതുപോലെ അവർ അനുഭവിച്ചതിന്റെ വേദനയുടെ ഒരു നാലിലൊരു അംശം പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോഴും നമുക്ക് പരാതിയാണ്, അപ്പോഴും നമുക്ക് സങ്കടങ്ങളാണ്. പടച്ചവനെ, എന്റെ വിധിയല്ലോ ഇത്, പടച്ചവനെ എന്തൊരു പരീക്ഷണമാണല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പല സഹോദരങ്ങളും പല ഉമ്മമാരും മരിക്കാൻ വരെ പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മുൻഗാമികൾ സഹിച്ചതിന്റെ നാലിലൊരു അംശം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചതിന്റെ നാലിലൊരു വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ദുനിയാവിന്റെ പിറകെ ജീവിക്കേണ്ടവരല്ല, ദുനിയാവിന്റെ പിറകെ പരക്കം പായേണ്ടവരല്ല. ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് പരലോക വിജയത്തിന് വേണ്ടിയിട്ടാണ്, നാളെ ആഖിറ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് നെട്ടയത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ നെട്ടയത്തുള്ള പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് അമൽ ചെയ്യുന്നത് എന്ന് പടച്ച തമ്പുരാനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെയും മരണത്തെയും അല്ലാഹു തആല സംവിധാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 വയസ്സിന് മുകളിലുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്ന അധികം ആളുകളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കേണ്ടത് ആഖിറ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ ആഖിറ ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഇരിക്കാൻ, സ്വർഗ്ഗത്തിൽ നബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ, അല്ലാഹുവിനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയാണുള്ളത് എന്ന് ഒരിക്കലെങ്കിലും ഒരു വട്ടമെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ പടച്ച തമ്പുരാൻ നമ്മുടെ കണക്ക് പുസ്തകം മറിച്ചു നോക്കുമോ? അവിടെ രക്ഷപ്പെടാൻ ഉതകുന്ന എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ.